റജബ് 27 കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിരോധ സൈനിക രംഗത്ത് ലോകം ഏറ്റവും അധികം കേൾക്കുന്ന പുതിയ പേരുകളിൽ ഒന്നാണിത്. എന്നാൽ ഇത് ഒരു വ്യക്തിയുടെ പേരോ ഒരു സൈനിക ഓപ്പറേഷന്റെ കോഡ് നാമമോ അല്ല, മറിച്ച് ഇറാന്റെ ഏറ്റവും പുതിയതും അത്യാധുനികവുമായ നാവികായുധ നവീകരണത്തിന്റെ പ്രതീകമാണ് റജബ് 27. അതിവേഗ ആക്രമണശേഷിയും ദീർഘദൂര മിസൈൽ പ്രഹരശേഷിയും സമന്വയിപ്പിച്ച ഈ പുതിയ സ്പീഡ് ബോട്ട് പേർഷ്യൻ ഗൾഫിലെ ശക്തി സന്തുലിതാവസ്ഥയെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സൈനിക പ്ലാറ്റ്ഫോമായാണ് വിലയിരുത്തപ്പെടുന്നത്. മധ്യപൂർവേഷ്യയിലെ സൈനിക ഭൂരാഷ്ട്രീയ സമവാക്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യത്തിൽ സ്വന്തം നാവിക പ്രതിരോധ ശേഷി വീണ്ടും ലോക ശ്രദ്ധയിലേക്ക് ഉയർത്തിക്കാട്ടുന്ന ഒരു നിർണായക നീക്കമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. ഇറാനിലെ പ്രശസ്തമായ എൻക്വൈലാബ് സ്ക്വയറിൽ നടന്ന തുടർച്ചയായി 90ാമത് ജനകീയ റാലിക്കിടെയാണ് റജബ് 27 എന്ന പേരിലുള്ള പുതിയ അതിവേഗ മിസൈൽ സജ്ജീകരിച്ച സ്പീഡ് ബോട്ടിനെ ഇറാൻ ഔദ്യോഗികമായി പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. സാധാരണ സൈനിക പ്രദർശനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആയിരക്കണക്കിന് സാധാരണ പൗരന്മാർക്ക് മുന്നിൽ നടത്തിയ ഈ അനാച്ഛാദന ചടങ്ങ് രാജ്യത്തിന്റെ സൈനിക ശേഷിയെ ജനങ്ങളുമായി ബന്ധിപ്പിക്കാനുള്ള രാഷ്ട്രീയ സന്ദേശം കൂടിയായി മാറി. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നാവികസേനയുടെ പുതിയ അഭിമാന പദ്ധതികളിലൊന്നായ റജബ് 27 ഒരു സാധാരണ സ്പീഡ് ബോട്ട് മാത്രമല്ല. ആധുനിക യുദ്ധ സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ട് രൂപകൽപ്പന ചെയ്ത ഈ യുദ്ധക്കപ്പൽ ത്രിമാരൻ ഹൾ ഡിസൈൻ ഉപയോഗിക്കുന്നതിലൂടെ പ്രത്യേക ശ്രദ്ധ നേടുന്നു. സാധാരണ കപ്പലുകൾക്ക് ഒരൊറ്റ പ്രധാന ഹൾ മാത്രമാണുള്ളത്. എന്നാൽ ത്രിമാരൻ രൂപകൽപ്പനയിൽ ഒരു പ്രധാന ഹളിനോടൊപ്പം 2 ചെറിയ സൈഡ് ഹളുകളും ഉൾപ്പെടുന്നു. ഇത് ഉയർന്ന വേഗതയിലും പ്രതികൂലമായ കടൽ സാഹചര്യങ്ങളിലും കൂടുതൽ സ്ഥിരത ഉറപ്പാക്കുന്നു. അതിനാൽ ശക്തമായ തിരമാലകളെയും കടുത്ത സമുദ്ര സാഹചര്യങ്ങളെയും നേരിടുമ്പോഴും കപ്പലിന് മികച്ച നിയന്ത്രണവും നിലനിർത്താൻ സാധിക്കുന്നു. ഈ സ്പീഡ് ബോട്ടിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത അതിന്റെ ആക്രമണ ശേഷിയാണ്. ഏകദേശം 700 കിലോമീറ്റർ ദൂരപരിധിയുള്ള 2 സമുദ്രാധിഷ്ഠിത ക്രൂയിസ് മിസൈൽ വഹിക്കാനും വിക്ഷേപിക്കാനും ഇതിന് സാധിക്കും. അതായത് പേർഷ്യൻ ഗൾഫിലോ ഹോർമോസ് കടലിടുക്കിലോ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന ശത്രുരാജ്യങ്ങളുടെ യുദ്ധക്കപ്പലുകളെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയും വളരെ ദൂരത്തു നിന്ന് തന്നെ ലക്ഷ്യമിടാൻ ഈ ബോട്ടിന് സാധിക്കും. അതിവേഗ ചലനശേഷിയും ദീർഘദൂര ആക്രമണശേഷിയും ഒരുമിച്ച് ലഭിക്കുന്നതിനാൽ പരമ്പരാഗത യുദ്ധക്കപ്പലുകളെക്കാൾ വ്യത്യസ്തമായ ഒരു ഭീഷണിയാണ് ഇത്തരം കപ്പലുകൾ സൃഷ്ടിക്കുന്നത്. 3 മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾ നിറഞ്ഞ കടലിലും കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലാണ് റജബ് 27 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സമുദ്രത്തിന്റെ അവസ്ഥ മോശമായാലും അതിന്റെ ആക്രമണം പ്രതിരോധ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടില്ല എന്നതാണ് ഇതിന്റെ പ്രധാന നേട്ടങ്ങളിലൊന്ന്. അതിവേഗത്തിൽ ദിശമാറ്റം നടത്താനും ശത്രുവിന്റെ റഡാർ നിരീക്ഷണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനും ചെറിയ സമയത്തിനുള്ളിൽ ആക്രമണം നടത്തി സുരക്ഷിത മേഖലകളിലേക്ക് പിൻവാങ്ങാനും കഴിയുന്ന വിധത്തിലാണ് ഈ കപ്പലിലെ സാങ്കേതിക സംവിധാനങ്ങൾ വികസിപ്പിച്ചിരിക്കുന്നത്. ഇറാന്റെ നാവിക സൈനിക സിദ്ധാന്തത്തിൽ സ്പീഡ് ബോട്ടുകൾക്ക് വളരെ പ്രത്യേക സ്ഥാനമുണ്ട്. 1980കളിലെ ഇറാൻ ഇറാഖ് യുദ്ധകാലം മുതൽ തന്നെ വലിയ യുദ്ധക്കപ്പലുകളെ നേരിടുന്നതിന് പകരം ചെറിയതും അതിവേഗതയുള്ളതുമായ ആക്രമണ ബോട്ടുകളുടെ ശൃംഖല വികസിപ്പിക്കുക എന്ന നയമാണ് ഇറാൻ പിന്തുടരുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് സാങ്കേതികമായി വളരെ മുന്നിലുള്ള നാവിക സേനകൾ ഉണ്ടെങ്കിലും അവയുടെ വലിയ യുദ്ധക്കപ്പലുകൾ നേരിടാൻ വേഗതയും സഖ്യാമികവും ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇറാന്റെ തന്ത്രം. ഈ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഇറാൻ കഴിഞ്ഞ വർഷങ്ങളിലായി 100 കണക്കിന് സ്പീഡ് ബോട്ടുകളും മിസൈൽ പ്ലാറ്റ്ഫോമുകളും ഡ്രോൺ സംവിധാനങ്ങളും വികസിപ്പിച്ചത്. ഇറാനിയൻ സൈനിക റിപ്പോർട്ടുകൾ പ്രകാരം ഇത്തരം ബോട്ടുകൾ രാജ്യത്തിന്റെ സമുദ്രാതിർത്തികൾ സംരക്ഷിക്കുന്നതിലും നിർണായക സമുദ്രമാർഗങ്ങൾ സുരക്ഷിതമാക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലോകത്തെ എണ്ണ കയറ്റുമതിയുടെ വലിയൊരു പങ്ക് കടന്നുപോകുന്ന ഹോർമോസ് കടലിടുക്ക് ഇറാന്റെ പ്രതിരോധ തന്ത്രത്തിലെ കേന്ദ്ര സ്ഥാനമാണ്. ആ പ്രദേശത്ത് എന്തെങ്കിലും സൈനിക സംഘർഷം ഉണ്ടായാൽ ശത്രുസേനകളുടെ നീക്കങ്ങളെ തടയാനും വ്യാപാര കപ്പൽ ഗതാഗതത്തെ നിയന്ത്രിക്കാനുമുള്ള ശേഷി ഇറാൻ ഇത്തരം ബോട്ടുകളിലൂടെ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ആധുനിക സ്പീഡ് ബോട്ടുകളിൽ കപ്പൽ വേദ മിസൈലുകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ, ഹെവി മിഷൻ ഗണ്ണുകൾ, നിരീക്ഷണ ഡ്രോണുകൾ, ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്നത് ഇന്ന് സാധാരണമാണ്. ശത്രുവിന്റെ റഡാർ സംവിധാനങ്ങളെ കുഴയ്ക്കാനും ആശയവിനിമയ സംവിധാനങ്ങൾ തടസ്സപ്പെടുത്താനും ഇത്തരം ബോട്ടുകൾക്ക് കഴിയും. ഒരേ സമയം നിരവധി ബോട്ടുകൾ വിവിധ ദിശകളിൽ നിന്ന് നടത്തുന്ന കൂട്ട ആക്രമണങ്ങൾ വലിയ യുദ്ധക്കപ്പലുകൾക്ക് പോലും വലിയ വെല്ലുവിളികൾ ആകാറുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ റജബ് 27 എന്നത് ഇറാന്റെ ഒരു തുടക്കം മാത്രമാണ്. ഇപ്പോൾ റജബ് എന്നൊരൊറ്റ പേര് മാത്രമാണ് അവർ ലോകത്തിന് മുന്നിലേക്ക് ഇട്ടിരിക്കുന്നത്. എന്നാൽ ഇനിയും ദിവസങ്ങൾ കഴിഞ്ഞാൽ ആരും ഇതുവരെ കേൾക്കാത്തതും കാണാത്തതുമായ എന്തെല്ലാം പേരുകളായിരിക്കും ഇറാൻ പുറത്തുവിടാൻ പോകുന്നത്. ശത്രുരാജ്യങ്ങളുടെ ഉറക്കം കെടുത്താൻ പോകുന്ന അത്തരം വിപ്ലവകരമായ പേരുകൾ ഭൗമരാഷ്ട്രീയ ചരിത്രത്തിൽ തീർച്ചയായും രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. എത്രയൊക്കെ ഉപരോധങ്ങളും ഭീഷണികളും ഉണ്ടായാലും തങ്ങൾ ആർക്കും മുന്നിൽ തലകുനിക്കില്ലെന്ന ഇറാന്റെ ശക്തമായ പ്രഖ്യാപനമാണ് ഈ പുതിയ നീക്കം. വലിയ യുദ്ധക്കപ്പലുകളെക്കാൾ വേഗതയും ഒളിച്ചാക്രമിക്കാനുള്ള ശേഷിയുമുള്ള ഇത്തരം ചെറിയ മിസൈൽ ബോട്ടുകൾക്ക് ഭാവിയിലെ നാവിക യുദ്ധങ്ങളുടെ ഗതി തന്നെ മാറ്റിയെഴുതാൻ കഴിയും. വൻശക്തികളുടെ സൈനിക സാന്നിധ്യത്തിന് മുന്നിൽ ഇറാന്റെ ഈ അപ്രതീക്ഷിത പ്രതിരോധ തന്ത്രങ്ങൾ ലോക ഭൂപടത്തിൽ ഇനി എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നതെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടു തന്നെ അറിയാം.